ഹായ് ഫ്രണ്ട്സ്, പവർ സെക്ടറിലെ ശക്തമായ പെർഫോമൻസ് കാണിക്കുന്ന ഒരു PSU സ്റ്റോക്കായിരുന്നു NTPC എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ NTPCയുടെ ഒരു റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 189% റിട്ടേൺ ആണ് അത് നൽകിയിട്ടുള്ളത്. നിഫ്റ്റി 50യുടെ റിട്ടേൺ 95.26 മാത്രമാണ്. അപ്പോൾ നിഫ്റ്റിയെ ബീറ്റ് ചെയ്ത റിട്ടേൺ നൽകാൻ NTPC കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ ഒരു വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെയും NTPCയുടെയും പെർഫോമൻസ് ഓരോ വിലയാണെന്ന് കാണാം. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് NTPCയുടെ പ്രൈസ് ഗ്രാജുവലായിട്ട് ഡൗൺ ആയിട്ട് വന്നിട്ട് അത് നിഫ്റ്റിയുടെ അതേ റിട്ടേണിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ NTPCയുടെ കറണ്ട് പ്രൈസ് 338 എന്നുള്ള ആ ഒരു ലെവലിലാണ് കാണാൻ കഴിയുക. ഇതിൻ്റെ ഹൈ 448 വരെ പോയിരുന്നു. ആ ഹൈയിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു 25% ഒക്കെ ഒരു കറക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള NTPC ഗ്രീൻ എനർജി, അത് പുതുതായിട്ട് IPO ആയി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. കഴിഞ്ഞ മാസമാണ് അതിൻ്റെ ലിസ്റ്റിംഗ് നടന്നത്. അതിൻ്റെ IPO പ്രൈസ് 108 രൂപയായിരുന്നു. ലിസ്റ്റിങ്ങിൽ 121 എന്നുള്ള നേരിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ സ്റ്റോക്ക് നേടുകയുണ്ടായി. അതായത് ഏകദേശം ഒരു 12% ലിസ്റ്റിംഗ് ഗെയിനേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിനുശേഷം ശക്തമായൊരു ബൈങ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. 155 വരെ ഇതിൻ്റെ ഹൈ പോയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഏകദേശം 16% ഒരു കറക്ഷനോടുകൂടി ഇപ്പോൾ അത് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കറക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ NTPCയിൽ ഉണ്ടായിട്ടുള്ള കുറവിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഏർണിങ്സിലുണ്ടായ ഒരു ഇടിവ് ആണെന്ന് നമുക്ക് കണക്കൂട്ടാം. കാരണം Q2 റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. അതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും ഇടിവുണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ 2% ഒരു കുറവ് NTPCയിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, ഒരു പവർ കമ്പനിയുടെ അവരുടെ ഒരു പെർഫോമൻസ് ബിസിനസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് സൈഡിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് അളക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ലോഡ് ഫാക്ടർ അഥവാ PLF ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ ടോട്ടൽ കപ്പാസിറ്റി പവർ പ്ലാന്റുകളിൽ നിന്ന് എത്ര ശതമാനം അവർക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നതിൻ്റെ ഒരു മെട്രിക്സ് ആണത്. അപ്പോൾ NTPCയുടെ കോൾ ബേസ്ഡ് ആയിട്ടുള്ള തെർമൽ പവർ പ്ലാന്റുകളിൽ നിന്ന് FY24 77.25 ഒരു പ്രൊഡക്ഷനാണ് നടത്തിയെങ്കിൽ FY25 അത് 76.31 ആയിട്ട് നേരിയൊരു ഇടിവ് വന്നതായിട്ട് കാണാം. അപ്പോൾ ആ ബിസിനസ്സിൽ നേരിയൊരു ഇടിവുണ്ടായതും ഈ കമ്പനിയുടെ Q2 റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പല പവർ കമ്പനികളിലും ഈ രീതിയിലുള്ള ഒരു ഇടിവുണ്ടായിട്ടുണ്ട്, പ്രൈസിൽ ഒരു റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഒരു പിയർ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പല സ്റ്റോക്കും അതിൻ്റെ 52 വീക്ക് അതിൽ നിന്ന് നല്ല തോതിൽ താഴോട്ടേക്ക് വന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ NTPC സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിൻ്റെ ഇടിവിന് കാരണമായിട്ടുണ്ട്. കാരണം NTPC ഗ്രീൻ എനർജി എന്ന് പറയുന്ന സ്റ്റോക്ക് അത് ലിസ്റ്റ് ചെയ്തത് ഒരു ഡീമർജറിലൂടെയാണ്. അതായത് NTPCയുടെ ഒരു സബ്സിഡിയറി കമ്പനിയായിരുന്നു NTPC ഗ്രീൻ എനർജി. അതാണ് കഴിഞ്ഞ നവംബർ മാസം ഡീമർജ് ചെയ്ത ഒരു സെപ്പറേറ്റ് ലിസ്റ്റിങ്ങിലൂടെ പുതിയൊരു സ്റ്റോക്കായിട്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ NTPCയുടെ ആ ഒരു ഗ്രീൻ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റ് പൂർണ്ണമായിട്ടും NTPC ഗ്രീനിലേക്ക് മാറിയതോടുകൂടി നിലവിൽ NTPCയുടെ കയ്യിൽ തെർമൽ പവർ ജനറേഷനുമായി ബന്ധപ്പെട്ട ബിസിനസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് NTPCയുടെ ആ ഒരു പവർ ജനറേഷൻ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കോൾ ബേസ്ഡ് ആയിട്ടാണ് ഇവർ പ്രധാനമായിട്ടും പവർ ജനറേറ്റ് ചെയ്യുന്നത്. അത് 81% വരും. അതുപോലെ ഗ്യാസ് ലിക്വിഡ് ഫ്യൂവൽ പ്ലാന്റുകളിൽ നിന്ന് 9%, അതുപോലെ ഹൈഡ്രോ പ്രൊജക്റ്റുകളിൽ നിന്ന് 5%, റിന്യൂവബിൾ സെഗ്മെൻറ്റിൽ നിന്ന് 4% മാത്രമാണ് ഇവരുടെ പ്രൊഡക്ഷൻ. അപ്പോൾ ആ ഒരു റിന്യൂവബിൾ സെഗ്മെൻ്റാണ് NTPC ഗ്രീൻ എന്ന രീതിയിൽ വേറെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഫ്യൂച്ചർ ഗ്രോത്ത് എന്ന് പറയുന്ന റിന്യൂവബിൾ സെഗ്മെൻറ്റിലാണ്. ഈ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് റിന്യൂവബിൾ സെഗ്മെൻറ്റിലേക്ക് കാലെടുത്ത് വെച്ച എല്ലാ കമ്പനികളുടെയും ഷെയറുകളിൽ വമ്പിച്ച ഒരു ബുൾ റാലിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ടാറ്റ പവർ അവർ റിന്യൂവബിൾ സെഗ്മെൻറ്റിലേക്ക് പോയപ്പോൾ അവിടെ നല്ല മുന്നേറ്റം ഉണ്ടായി. അതുപോലെ വാരി എനർജി, വാരി റിന്യൂവബിൾസ്, അദാനി ഗ്രീൻ, സുസ്ലോൺ എനർജി, ഇങ്ങനെയുള്ള പല സ്റ്റോക്കുകളും തെർമൽ പവർ സെഗ്മെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഇത്തരം കമ്പനികൾ റിന്യൂവബിൾ ഗ്രീൻ എനർജി സെഗ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷമാണ് വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് NTPCയിൽ മുന്നേറ്റം ഉണ്ടായത്. പക്ഷേ NTPCയിൽ ഈ ഒരു ഗ്രീൻ എനർജി സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്തപ്പോൾ NTPCയിൽ ബുള്ളിഷായ ആളുകളൊക്കെ വലിയ തോതിൽ അല്ലെങ്കിൽ അതിലുള്ള ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ NTPC ഗ്രീനിലേക്ക് മാറി. അപ്പോൾ യഥാർത്ഥത്തിൽ NTPCയിൽ ഇൻവെസ്റ്റേഴ്സ് ധാരാളമായിട്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ഈ ഒരു റിന്യൂവബിൾ സെഗ്മെൻറ്റിൽ ഉണ്ടാകാൻ പോകുന്ന ഫ്യൂച്ചർ ഗ്രോത്തിൻ്റെ സാധ്യത പരിഗണിച്ചിട്ടാണ്. അപ്പോൾ അത് ഇനി NTPC ഗ്രീനിലാണ് എന്ന് മനസ്സിലാക്കിയതോടെ
ഇൻവെസ്റ്റേഴ്സ് അവിടേക്ക് അവരുടെ ഫോക്കസ് തിരിച്ചുവിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് NTPC ഗ്രീനിലേക്ക് ചേക്കേറിയ ഇൻവെസ്റ്റേഴ്സ് കാരണമാണ് അവിടെ നേരിയ തോതിലുള്ള ഇത്തരത്തിലുള്ള ഗ്രാജ്വൽ ആയിട്ടുള്ള ഒരു ഇടിവ് നമുക്ക് NTPC ഗ്രീനിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 25% ഒരു കറക്ഷൻ അതിൽ കാണാൻ കഴിഞ്ഞത്. അടുത്തൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ NTPC ഗ്രീൻ ഇടിയാൻ പാടില്ലല്ലോ, അത് ശക്തമായിട്ട് മുന്നോട്ട് പോകണമല്ലോ. അതിവിടെ നടന്നിട്ടില്ല. ഇവിടെയാണ് IPOയുമായി ബന്ധപ്പെട്ട് കമ്പനികൾ വരുമ്പോൾ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ റോള് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 2018 സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച്, അതായത് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് അഥവാ സെബിയുടെ ICDR റെഗുലേഷൻ, അതനുസരിച്ചിട്ട് 10 കോടിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് എന്ന ആ ഒരു ഡെഫിനിഷനിൽ വരുന്നത്. അപ്പോൾ ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു IPOയിൽ 30% കൂടുതൽ വേണമെന്നാണ് സെബി നിർദ്ദേശിക്കുന്നത്. കൂടാതെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു റിസർവേഷൻ 1/3 ഇഷ്യൂ സൈസ് വേണം. അതേപോലെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ ഇഷ്യൂ നമുക്ക് ഏകദേശം 60% വരെ പോകാം. അപ്പോൾ ഈ രീതിയിൽ പല വിധത്തിലുള്ള റിസർവേഷനും ഒരു IPOയിൽ നൽകാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു റിസർവേഷനാണ് ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് NTPC ഗ്രീനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർ അവർ ഓഫർ ചെയ്തത് 39% ആണ്. അതുപോലെ NTPC ഗ്രീനിൻ്റെ IPO ഡീറ്റെയിൽസിൽ നമുക്ക് QIB ഷെയർസ്, അതായത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ 26% അലോക്കേഷൻ അവർ അനുവദിച്ചിരുന്നു. അതുപോലെ HNI കാറ്റഗറിയിൽ 13% അവർ ഷെയർ മാറ്റിവെച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷനാണ് ശരാശരി ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇവർ പബ്ലിക്കിൽ സെൽ ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഈ ഒരു പുതിയ IPOയിൽ ഒരു ആങ്കർ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു പ്രപ്പോസൽ ഈ IPO പബ്ലിക്കിൽ ലിസ്റ്റ് ചെയ്യുന്ന ഡേറ്റിന് മുമ്പ് തന്നെ കൺഫേം ചെയ്യണം. ഇപ്പോൾ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി ഈ സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആങ്കർ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയറുകൾ അത്ര പെട്ടെന്ന് ലിസ്റ്റിംഗ് ചെയ്ത ഉടൻ വിൽക്കാൻ കഴിയില്ല. അവിടെ ഒരു ലോക്കിൻ പീരീഡ് ഉണ്ട്. അത് 30 ദിവസത്തെ ലോക്കിൻ പീരീഡാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവർക്ക് പകുതി അവരുടെ ഷെയറുകൾ വിൽപ്പനയ്ക്ക് വെക്കാം. അതായത് അവിടെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി 30 ദിവസം കഴിഞ്ഞിട്ടേ ഒരു ആങ്കർ ഇൻവെസ്റ്റർക്കുള്ളൂ. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത പക്ഷം ലിസ്റ്റിംഗ് ഗെയിൻ നേടിയ ഉടൻ തന്നെ ഇവർ വിറ്റഴിക്കുകയും അത് സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്റ്റെബിലിറ്റിയെ ബാധിക്കുകയും ചെയ്യും. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം സെബി നടത്തിയിട്ടുള്ളത്. ഇതുപോലെ ബാക്കി വരുന്ന ഇവരുടെ പകുതി ഷെയറുകൾ 30 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 90 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് വിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ NTPCയുടെ ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോക്കിൻ പീരീഡ് ഈ ഡിസംബർ 27 കഴിയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിൽപ്പന സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് പല ഇൻവെസ്റ്റേഴ്സും അവിടെ ജാഗ്രത പുലർത്തുകയാണ്. അവർ വലിയ തോതിൽ വിറ്റഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷെയറിൻ്റെ പൈസ താഴോട്ടേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇടിവ് നമുക്ക് NTPC ഗ്രീനിൽ കാണാൻ കഴിയുന്നത്. ഇനി ഒരു 90 ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇടിവിന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് IPOയിൽ നമ്മൾ പുതുതായിട്ട് വരുന്ന IPOകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 3 ക്വാർട്ടറെങ്കിലും കാത്തിരിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.